ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് 2022-ലെയും 2021-ലെയും ഗ്രാൻഡ് സ്ലാം അവാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ചെറിയ മെമ്മറി ട്രിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് 4 ടൂർണമെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്. ഈ 4ഉം കൂടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയാം കേട്ടോ. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള കോളം നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതിലെന്തൊക്കെയല്ലേ? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആൽഫബറ്റിക് ഓർഡറിലൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് ആദ്യം വരുന്നത്? എഫിനേക്കാളും മുമ്പ് വരുന്നത് A ആണ് അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയനകത്തുള്ള A ആദ്യം വരുന്നു. അപ്പോൾ ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ ഏതാ വരിക? ഫ്രഞ്ച് ഓപ്പൺ. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ് കളികളൊക്കെ നടക്കുന്നത് കേട്ടോ. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് നടക്കുക, അതിന് ശേഷമാണ് ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, പിന്നെ വരുന്നത് വിംബിൾഡൺ ആണ്. അപ്പം W കഴിഞ്ഞിട്ടാണ് U വരണേ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ശരിക്കും അങ്ങനെയല്ല, W കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ U വരുന്നത്. അപ്പോൾ ആ ഓർഡർ ഒന്ന് പഠിച്ച് വെച്ചാൽ മനസ്സിലേക്ക് തോന്നുന്നത്. ആദ്യം ഏതാ? ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ F, പിന്നെ W, പിന്നെ U. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലത്തെ കോളം പഠിച്ചു. ഇനി അടുത്തത് മിഡിലുള്ള, അതായത് പുരുഷ സിംഗിൾസിലെ വിന്നേഴ്സാണ് നമ്മളിനി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാനുള്ള കോഡ് വളരെ സിമ്പിളാണ്. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് നോ കാർ കേട്ടോ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ആരും കാറ് വാങ്ങിച്ചില്ല. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫെയിൽ, അതാണ് നമ്മുടെ റാഫ് ഫെയിൽ കേട്ടോ. അതിനകത്തൊരു ഫെയിലില്ലേ, അപ്പം ഒരു ഫെയിൽ കഴിഞ്ഞു. പിന്നെ അടുത്ത കോളം എന്താ? അതും റാഫ് ഫെയിൽ തന്നെയാണ്. അതാണ് ഞാൻ 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാലെന്ന് ഉദ്ദേശിച്ചത്. നോ കാർ, അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്കാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. നോ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നൊവാക്കിൻ്റെ നോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നൊവാക് ജോക്കോവിച്ച്. അതിന് ശേഷം കാറ് അല്ലേ. അപ്പോൾ കാർലോസ് അൽക്കാരസ്. പഠിച്ചോ? അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കൊന്ന് കൺസിഡർ ചെയ്തേ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നോ കാർ. അപ്പോൾ നമ്മളിവിടെ 2022 കൂടെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയെന്നറിയാമോ? 2022-നകത്ത് 2 ഇല്ലേ, അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ അപ്പോൾ തെറ്റില്ലല്ലോ, നോ കാർ. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡിലുള്ള കോളം പഠിച്ചു. അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇപ്പം റാഫേൽ നദാലിൻ്റെ രാജ്യം ഏതാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും അല്ലേ, മൈൻഡിലൊക്കെ ഒരു പെയിൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് സ്പെയിൻ ഓർത്ത് വയ്ക്കാമല്ലോ. ഇപ്പോൾ റാഫേൽ നദാലിൻ്റെ രാജ്യം നമുക്ക് കിട്ടി, സ്പെയിൻ കിട്ടി കേട്ടോ. പിന്നെ നൊവാക് ജോക്കോവിച്ചിൻ്റെ അതിൻ്റെ രാജ്യം സെർബിയാണ്. നോ സർ എന്ന് ഓർത്താൽ മതി കേട്ടോ. നോ സർ, സറാണ് സെർബിയ, നോ സർ. ഓക്കെ, കിട്ടിയല്ലോ. പിന്നെ കാർലോസ്. കാർലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാറ് തന്നെ നമുക്ക് ആലോചിക്കാം. ഈ കാറിലൊക്കെ പോയിട്ട് വല്ല ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെയിൻ വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്പെയിനായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. കിട്ടിയോ? അപ്പം പുരുഷ സിംഗിൾസിലെ വിന്നേഴ്സ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നോ കാർ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 2022-ലെ വിംബിൾഡൺ വിന്നർ ആരാണ്, പുരുഷ സിംഗിൾസിലെ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് വരിക? നമ്മളിങ്ങനെ എഴുതി വയ്ക്കും, AFWU എന്ന് താഴത്തേക്ക് എഴുതും. എന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫെയിൽ നോ കാർ എന്ന് എഴുതും. എന്നിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ വനിതാ സിംഗിൾസിൻ്റെ വിന്നേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ. അപ്പോൾ ഇവിടെ നമ്മൾ താഴത്തേക്കല്ല, നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണും ആഷ്ലി ബാർട്ടിയായിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ആഷ്ലി ബാർട്ടി. ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഓസിന് പാർട്ടിക്ക് പോയെന്ന് ആലോചിക്കുക. ഈ വനിതകൾ ഓസിന് വിളിച്ചില്ലെങ്കിലും പാർട്ടിക്ക് പോകുന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓസാണ് നമ്മുടെ ഓസ്ട്രേലിയ, പാർട്ടിയാണ് നമ്മുടെ ആഷ്ലി ബാർട്ടി. ഓക്കെ, അതേപോലെ തന്നെ രാജ്യം ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയ എന്നുള്ള രീതിയിൽ തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓസിന് പാർട്ടിക്ക് പോയി കേട്ടോ. ഇനി അടുത്ത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഇഗ സ്വാടെക്കിനാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഇഗ സ്വാടെക്. ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആലോചിക്കാം അല്ലേ. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഭയങ്കര സ്വാദാണെന്ന് ആലോചിക്കാമല്ലോ. സ്വാദ്, സ്വാടെക്. ഓക്കെ, ഇഗ സ്വാടെക്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര പൊളിയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അതാണ് പോളണ്ട്. അപ്പോൾ സ്വാദും പൊളിയാണെന്ന് ആലോചിക്കാം. അപ്പോൾ സ്വാടെക്, പോളണ്ട്. അടുത്ത വിംബിൾഡൺ ആണ് കേട്ടോ. വിംബിൾഡൺ കിട്ടിയിട്ടുള്ള എലേന റബൈക്കിനൊക്കെയാണ്. കസാക്കിസ്ഥാനാണ് രാജ്യം. ഓക്കെ, ഓർക്കാൻ വേണ്ടിയിട്ട് വിംബിൾഡൺ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വീമ്പ് എന്നുള്ളൊരു വാക്കായിട്ട് ഒന്ന് ആലോചിക്കാം കേട്ടോ. വീമ്പ്, അതായത് ചില വനിതകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ വീമ്പൊക്കെ പറയും അല്ലേ. അതായത് ഇപ്പോൾ ഭയങ്കര വണ്ണത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് പറയും പണ്ട് ഞാൻ ഭയങ്കര എല്ല് പോലെയൊക്കെ ആയിരുന്നു എന്നൊക്കെ വീമ്പ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. വിംബിൾഡൺ എന്ന് പറയുമ്പോൾ വീമ്പാണ്. എന്താ വീമ്പ് പറഞ്ഞേ? എല്ല് പോലെയായിരുന്നു അല്ലേ. അപ്പോൾ എലേന റബൈക്കിന ആലോചിക്കാമല്ലോ. അങ്ങനെ എല്ല് പോലെ ആയത് ഞാൻ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടാണ് എന്നൊക്കെ കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. കാശ്, കസാക്കിസ്ഥാൻ. കിട്ടിയോ? അപ്പോൾ വിംബിൾഡൺ കിട്ടിയിട്ടുള്ള വനിതാ സിംഗിൾസിൽ കിട്ടിയിട്ടുള്ള ആർക്കാണ്? എലേന റബൈക്കിന. പണ്ട് ഞാൻ എല്ല് പോലെയായിരുന്നു എന്ന് വീമ്പ് പറഞ്ഞു കേട്ടോ. ാണ് കേട്ടോ. ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് US ഓപ്പൺ ആണ്. US ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിതാ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഗ സ്വാടെക് ആണ്. ആരാണ്? ഇഗ സ്വാടെക്. നമ്മൾ നേരത്തെ ഇഗ സ്വാടെക് എവിടെയോ പഠിച്ചല്ലോ. എവിടെയായിരുന്നു? ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഇഗ സ്വാടെക് അല്ലേ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണ്, സ്വാടെക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോഴല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ആരാ കഴിച്ചത്? നമ്മളാണ് കഴിച്ചത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അസ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അസ്.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് US ഓപ്പണുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും രണ്ടും ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഇഗാ സ്വാടെക്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഓപ്പണും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചത് ഞങ്ങളാണ്, അസ്സാണ്. ഫ്രഞ്ച് ഫ്രൈസിന് ഭയങ്കര സ്വാദായിരുന്നു, ഇഗാ സ്വാടെക്. പിന്നെ ഇതെല്ലാം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെച്ചേക്കുക, 2022 അപ്പോൾ 2 പ്രാവശ്യം ആർക്കാ കിട്ടിയില്ല, റാഫേൽ നദാൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലും 2 പ്രാവശ്യം വന്നിട്ടുള്ളത് ഇഗാ സ്വാടെക് കേട്ടോ. അപ്പോൾ തെറ്റിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ പുരുഷ സിംഗിൾസ് ഫെയിൽ നോക്കാർ. വനിതാ സിംഗിൾസിൽ എങ്ങനെയാണ്, ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓസിന് പാർട്ടിക്ക് പോയി, ആഷ്ലി പാർട്ടി കിട്ടി. ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണ്, സ്വാടെക്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചത് നമ്മളാണ്, US ആണ്, അസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ US ഓപ്പൺ ഇഗാ സ്വാടെക്. വിംബിൾഡൺ, വീമ്പ് പറയുന്നത് എല്ല് പോലെയായിരുന്നു എന്നൊക്കെ പറയും അല്ല, അപ്പോൾ എലേന റബൈക്കന. അപ്പോൾ ഇതൊക്കെ മൈൻഡിലേക്ക് കയറി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് നോക്കാം. അടുത്ത 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ആണ് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുക, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ AFWU എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ പുരുഷ സിംഗിൾസ് ആലോചിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. 2021 എന്ന് പറയുമ്പോണ്ടല്ലോ, അതിനകത്ത് അവസാനത്തെ 2 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, 2ഉം 1ഉം അല്ലേ. 2021 2ഉം 1ഉം 2ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 3 കിട്ടും. ആ 3 നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, ഈ 3 ടൂർണമെൻറ്റും കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ്. തെറ്റിക്കില്ലല്ലോ. അപ്പോൾ 2021 2ഉം 1ഉം അതായത് 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കിട്ടി. 3 എണ്ണത്തിലും കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി തീർന്നു. പിന്നെയുള്ളത് US ഓപ്പൺ ആണ്. US ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഡാനിൽ മെദ്വദേവിനാണ്, റഷ്യക്കാരനാണ് ഡാനിൽ മെദ്വദേവ്. ഓർക്കാൻ വേണ്ടിയിട്ട് US എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അസുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മളെ ദൈവം രക്ഷിക്കും എന്ന് ആലോചിക്കട്ടോ, നമ്മളെ ദൈവം രക്ഷിക്കും. അപ്പോൾ US എന്ന് പറയുമ്പോൾ ദൈവം, അതാണ് നമ്മുടെ മെദ്വദേവ് രക്ഷിക്കും, റഷ്യ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് റഷ്യ എന്നുള്ളതും കൂടെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് സ്ലാം പുരുഷ വിന്നേഴ്സിൻ്റെ വേഗം പഠിച്ചു കഴിഞ്ഞില്ലേ. എങ്ങനെയാണ്, 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് കിട്ടി. 2021 കൂടെ നമ്മളവിടെ കണക്ഷൻ കൊടുത്തു. ഓക്കെ, പിന്നെ US എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം രക്ഷിക്കും, അപ്പം മെദ്വദേവ് രക്ഷിക്കും, റഷ്യ. അടുത്ത വനിതാ സിംഗിൾസ് ആണ് കേട്ടോ. വനിതാ സിംഗിൾസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയ ഒസാക്ക ഒരേപോലെ അല്ലേ. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ ഒസാക്ക കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ബാർബോറ കജിക്കോവയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണെന്ന് പറഞ്ഞു, ഇഗാ സ്വാടെക് അല്ലേ. ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് നമ്മുടെ കോഡ്. ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ബാർബിക്യൂ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. ബാർബിക്യൂ, അപ്പോൾ ബാർബോറ കജിക്കോവ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ബാർബിക്യൂ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മളൊരു ചെക്ക് കൊടുത്തെന്ന് ആലോചിക്കുക. അപ്പോൾ ബാർബോവ കജിക്കോവ ചെക്ക് റിപ്പബ്ലിക്കാണ് രാജ്യം. ഓർത്ത് വെച്ചേക്കുക, ഏതാണ്, ചെക്ക് റിപ്പബ്ലിക്. നവോമി ഒസാക്ക എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, ഒരു ജാപ്പനീസ് അല്ലേ, അപ്പോൾ ജപ്പാനാണ് കേട്ടോ. പിന്നെ വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത് ആഷ്ലി ബാർട്ടി. അപ്പോൾ വീമ്പ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വനിതകളാണെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ വീമ്പ് പറയുന്നത് പാർട്ടിയിലൊക്കെ പോയി കഴിയുമ്പോൾ കുറേ പരദൂഷണവും അങ്ങനെയൊക്കെ ആയിട്ട് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക, വിംബിൾഡൺ ബാർട്ടിയാണ് കേട്ടോ, ആഷ്ലി ബാർട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചാണ് ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയയാണ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. പിന്നെ US ഓപ്പൺ നമ്മൾ പുരുഷ സിംഗിൾസിൽ നമ്മൾ പറഞ്ഞു നമ്മളെ ദൈവം രക്ഷിക്കും അല്ലേ, മെദ്വദേവ് കിട്ടി. വനിതകളുടെ കേസാണെങ്കിൽ നമ്മളെ ദൈവവും രക്ഷിക്കും, അതേപോലെ തന്നെ അമ്മയും രക്ഷിക്കുന്ന ആലോചിക്കുക. എമ്മ റാഡുക്കാനോ എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. എമ്മ റാഡുക്കാനോ എന്ന് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ MMA എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഈ വെച്ചിട്ട് തന്നെ ഇംഗ്ലണ്ട്, അതാണ് രാജ്യം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ഒന്ന് വേഗം മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ. 2022 2021 തമ്മിൽ മാറിപ്പോവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2022 2 പേര് വീതമുണ്ട്. ഏതൊക്കെയാണ്, റാഫേൽ നദാലിന് 2 കിട്ടിയിട്ടുണ്ട്, ഇഗാ സ്വാടെക്കിനും 2 വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2022 2 പേര് വീതം. 2021 എന്താ സംഭവിച്ചിട്ടല്ലേ, 2ഉം 1ഉം കൂടെ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം പിന്നെ US എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം രക്ഷിക്കും. അപ്പോൾ ഈ ദേവ് കിട്ടി അല്ലേ, മെദ്വദേവ് കിട്ടി, ഡാനിൽ മെദ്വദേവ് കിട്ടി. അതുപോലെ തന്നെ US ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിത ചോദിക്കുകയാണെങ്കിൽ ആരാ, ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് അമ്മയ്ക്ക്. അപ്പോൾ എമ്മ റാഡുക്കാനോ എന്നുള്ളത് കിട്ടി, എമ്മയുടെ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് നമ്മൾ ആലോചിച്ചു. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒസാക്ക അത് കിട്ടി. ഫ്രഞ്ച് ഫ്രൈസും ബാർബിക്യൂ, ബാർബോറ കജിക്കോവ. ചെക്ക് എഴുതി കൊടുക്കേണ്ടി വരും അല്ലേ, ചെക്ക് റിപ്പബ്ലിക്. വീമ്പ് പറയുന്നത് പാർട്ടിയിലാണ്. ഓക്കെ, ആഷ്ലി പാർട്ടി കിട്ടി. US ഓപ്പൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അമ്മ രക്ഷിക്കും, അതുപോലെ തന്നെ ദൈവം രക്ഷിക്കും, എമ്മ റാഡുക്കാനോ ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ, ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്, 2022
ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിതാ വിന്നർ ആരാണെന്ന് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വനിതയുടെ പേരും കൊടുക്കുക, രാജ്യം കൊടുക്കുക. രാജ്യം കൂടെ പഠിക്കണം കേട്ടോ. അപ്പോൾ രാജ്യം കൂടെ കൊടുത്തേക്കാം. ഓക്കെ, എല്ലാവരും ചെയ്തേക്കില്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഞാൻ മുമ്പുള്ള വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ്സ് കാണാറുണ്ട്. കുറേ പേര് കറക്റ്റായിട്ടൊക്കെ ആൻസർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഡിഗ്രി ലെവലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.